കാഞ്ഞങ്ങാട് കടപ്പുറം ബാബാനഗർ മഹൽ ജമാഅത്തിന്റെ നേതൃത്വത്തിലുള്ള നബിദിന ഘോഷയാത്രയാണ് ഇവിടെ ആരംഭിച്ചത്. ഇന്ന് രാവിലെ മുതൽ തന്നെ നല്ല ശക്തമായ മഴ ഈ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. മഴ ഒട്ടും ആവേശം ചോർത്താതെയാണ് ഇപ്പോൾ നബിദിന ഘോഷയാത്രയ്ക്ക് തുടക്കമായത്. ഇവിടെ വിവിധ വർണ്ണങ്ങളിലുള്ള മാർച്ച് പാസ്റ്റുകൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികളുടെയും മുതിർന്നവരുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ദഫ് മുട്ടുകളുണ്ട്. അങ്ങനെ ദിവസങ്ങളായുള്ള ചിട്ടയായ പരിശീലനവും അതോടൊപ്പം മനോഹരമായ അവതരണവുമാണ് ഇവിടെ കാണുന്നത്. അതിമനോഹരമായ ദൃശ്യങ്ങൾ, ഒരു ദൃശ്യ വിരുന്ന് തന്നെ ഇവിടെ ബാബാനഗറിൽ ഒരുക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. ദിവസങ്ങളായി പ്രവാസികളടക്കമുള്ള ആളുകൾ നാട്ടിലെത്തി ചിട്ടയായ പരിശീലനത്തോടെ നേടിയെടുത്ത അതിമനോഹരമായ ഒരു അവതരണമാണ് ഇവിടെ ഉള്ളത്. ബാബാനഗറിൽ വർഷങ്ങളായി വളരെ മനോഹരമായാണ് നബിദിന ഘോഷയാത്രകൾ സംഘടിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ വർണ്ണങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച മാർച്ച് പാസ്റ്റുകളുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികളും മുതിർന്നവരും തൊഴിലാളികളും ഇവിടെ മദ്രസയിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നടത്തുന്ന ദഫ് മുട്ടുകളുണ്ട്. അങ്ങനെ മനോഹരമായ ഈ നബിദിന ഘോഷയാത്ര കാണാൻ നിരവധി സ്ത്രീകൾ, കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഭാഗത്ത് സംഘടിച്ച് എത്തുന്നു. രാവിലെ മുതൽ തന്നെ ഇവർ ഈ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളിൽ സജീവമായിരുന്നു. പക്ഷേ മഴ ഒരു വലിയ തടസ്സമായി ഉണ്ടെങ്കിലും മഴയൊട്ടും വകവെക്കാതെയാണ്, മഴ ഒട്ടും ആവേശം ചോർത്താതെ തന്നെയാണ് ഈ ഘോഷയാത്ര പുരോഗമിക്കുന്നത്. കുട്ടികൾ, ഈ മദ്രസയിലെ കുട്ടികളുണ്ട്, മദ്രസയിലെ പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്, നാട്ടുകാരുണ്ട്, പ്രവാസികളായ ആളുകളുണ്ട്. ഇതിനു മാത്രമായി എത്തിയ പ്രവാസികളായ സുഹൃത്തുക്കളുണ്ട്. അവരുടെയൊക്കെ മാസങ്ങൾ നീണ്ട പരിശീലനത്തിന് ഒടുവിലാണ് ഇന്ന് ഈ രൂപത്തിൽ അതിമനോഹരമായൊരു ഘോഷയാത്ര ഇവിടെ സംഘടിപ്പിക്കുന്നത്. മഹൽ ഭാരവാഹികളുടെയൊക്കെ നേതൃത്വത്തിലാണ് ഈ ഘോഷയാത്ര പുരോഗമിക്കുന്നത്. മദ്രസയിലെ കുട്ടികൾ, അതോടൊപ്പം തന്നെ മദ്രസയിലെ പൂർവ്വ വിദ്യാർത്ഥികൾ അടക്കമുള്ള ആളുകളാണ് ഇപ്പോൾ ഈ മാർച്ച് പാസ്റ്റിൽ തയ്യാറായിട്ടുള്ളത്. വിവിധ വർണ്ണങ്ങൾ, 5ഓളം വർണ്ണങ്ങളുള്ള മാർച്ച് പാസ്റ്റുകളുണ്ട്. അത് മുഴുവനും മദ്രസയിലുള്ള കുട്ടികൾ, അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാട്ടുകാർ, പ്രവാസി സുഹൃത്തുക്കൾ, മദ്രസ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ ആണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഇതിന് പിന്നിൽ ദഫ് മുട്ട് മുതിർന്നവരുടെ നേതൃത്വത്തിലുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികളുടെയൊക്കെ നേതൃത്വത്തിൽ ദഫ് മുട്ട് ഒരുക്കുന്നുണ്ട്. അങ്ങനെ മനോഹരമായ ഒരു ഘോഷയാത്രയാണ് ഇതിന്റെ ഭാഗമായി തന്നെ നടക്കുന്നത്. ഇതിന്റെ ദിവസങ്ങളായി ഉള്ള ഒരുക്കം ഇതിനു വേണ്ടി ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഗൾഫിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നു. അങ്ങനെ ദഫ് മുതിർന്ന ആളുകൾക്കുള്ള ദഫുണ്ട്, അതോടൊപ്പം തന്നെ ചെറിയ കുട്ടികൾക്കുള്ള ദഫുണ്ട്. അങ്ങനെ മനോഹരമായി തന്നെയാണ് ഈ ഒരു രീതി അവർ ഒരുക്കിയിട്ടുള്ളത്. ബാബാനഗർ ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ ദഫ് ഒരുക്കിയിട്ടുള്ളത്. ദഫ് ഏറ്റവും അതിൽ തൊഴിലാളികളുണ്ട്, മദ്രസ വിദ്യാർത്ഥികളുണ്ട്, ദഫിന് പ്രൊഫഷണൽസ് ആയ ആളുകളുണ്ട്. പക്ഷേ അവർ മനോഹരമായ ദഫാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അങ്ങനെ ധാരാളം ആളുകൾ മനോഹരമായ ഒരു നബിദിന ഘോഷയാത്രയാണ് കാഞ്ഞങ്ങാട് കടപ്പുറം ബാബാനഗറിൽ ഒരുക്കിയിട്ടുള്ളത്. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം നെല്ലിക്കട്ടയോടൊപ്പം ഷഫീഖ് നസറുള്ള, മീഡിയ 1, കാസർഗോഡ്.